പ്രണയ അഭ്യർത്ഥന നിരസിച്ചതിനാൽ ഫിറ്റ്നസ് പരിശീലകയെ കൊല്ലാൻ ശ്രമം. യുവാവ് ആ പെൺകുട്ടിയുടെ തലയിലും നെഞ്ചിലും മുഖത്തും ആഴത്തിൽ പല പ്രാവശ്യം കുത്തി. ചെങ്കൽ മരിയാപുരം സ്മിതാലയം വീട്ടിലെ കാവ്യ എസ് കൃഷ്ണ എന്ന 24-കാരിക്കാണ് ഈ മാരകമായ കുത്തേറ്റത്. അവരെ നെയ്യാറ്റിൻകര ആശുപത്രിയിലെ സ്വകാര്യ ആശുപത്രി പ്രവേശിപ്പിച്ച് ഗുരുതരാവസ്ഥയിൽ കിടക്കുകയാണ്. കാരോട് പഞ്ചായത്തിലെ വനിതകൾക്കുമായി പ്രവർത്തിക്കുന്ന ഒരു ഫിറ്റ്നസ് സെൻ്ററുണ്ട്. അത് പ്ലാമൂട്ട് കടയിലാണ് പ്രവർത്തിക്കുന്നത്. സ്ത്രീകൾക്ക് മാത്രം ആ ഫിറ്റ്നസ് സെൻ്ററിൽ വരാം. അവിടെ ഒരു കെട്ടിടത്തിൻ്റെ 2ാം നിലയിലാണ് ഈ ഫിറ്റ്നസ് സെൻ്റർ പ്രവർത്തിക്കുന്നത്. പല സ്ത്രീകളും രാവിലെ വരും. ആദ്യത്തെ ഷിഫ്റ്റ് കഴിഞ്ഞ് എല്ലാവരും പോകും. ആദ്യത്തെ ആ പരിശീലനത്തിൽ വന്ന ആൾക്കാരെല്ലാം പോയി കഴിഞ്ഞപ്പോൾ 9:30 മണിക്ക് 2ാം നിലയിൽ നിന്ന് കാവ്യ താഴത്തെ നിലയിലെത്തി റോഡിലോട്ട് ഇറങ്ങിയ സന്ദർഭത്തിലാണ് അടുത്ത ഷിഫ്റ്റിലേക്ക് ആൾ വരുന്നതിന് മുമ്പ് ആഹാരം കഴിച്ചിട്ട് അവർക്ക് വീണ്ടും അവിടെ ജോലി തുടരുന്നതാണ്. ആ സമയത്ത് അവിടെ കാത്തു നിന്ന പ്രതി അയാൾ കത്തി ഉപയോഗിച്ചിട്ട് ഇവരുടെ തലയിലും നെഞ്ചിലും മുഖത്തും ആഴത്തിൽ കുത്തുകയായിരുന്നു. ഇവരോട് പ്രണയാഭ്യർത്ഥന നടത്തി ഈ അശ്വന്ത് എന്ന 25 വയസ്സുകാരൻ. ഇയാൾ പാറശാല കരുമാനൂർ കോട്ടവിളയിൽ താമസിക്കുന്ന ആളാണ്. ഈ അശ്വന്തിന് ഇവരോട് പ്രണയം തോന്നി. ഇവർക്ക് 24 വയസ്സുണ്ട്, അശ്വന്തിന് 25 വയസ്സുണ്ട്. അത് പല സന്ദർഭത്തിൽ ഇവരോട് കൺവേ ചെയ്തെങ്കിലും ഇതവർ നിരസിച്ചു. താല്പര്യമില്ല എന്ന് പറഞ്ഞു. പക്ഷേ താല്പര്യമില്ലെങ്കിലും തനിക്ക് വഴങ്ങണം എന്ന് ചിന്താഗതിക്കാരനാണ് അയാൾ കാത്തു നിന്ന് ഇവർ ഒരു തരത്തിലും അടുക്കുന്നില്ല എന്ന് തോന്നിയപ്പം താഴെ കാത്തു നിന്ന് ഇന്നലെ തിങ്കളാഴ്ച രാവിലെ 9:30 മണിക്കാണ് അവരുടെ തലയിലും മുഖത്തും നെഞ്ചിലുമൊക്കെ മാറി മാറി കുത്തിയത്. ആൾക്കാരെല്ലാം ഓടിക്കൂടി. ഇയാൾ അവിടെ നിന്ന് മാറി. ഈ സംഭവത്തിന് ശേഷം ഇവർ കുത്തേറ്റ് താഴെ വീണു. ഇവർ ആശുപത്രിയിലായി. ഇയാൾ വിഷം കഴിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചു. എന്തായാലും പോലീസ് ഇടപെട്ട് ഉടൻ തന്നെ ഇയാളെ കസ്റ്റഡി എടുത്തെങ്കിലും ഇയാളും ഹോസ്പിറ്റലിലാണ്, വിഷം ഉള്ളിച്ചെന്ന് ചികിത്സയിലാണ്. എങ്കിലും ഇയാൾ രക്ഷപ്പെടും എന്നാണ് ഇപ്പം വരുന്ന വാർത്തകൾ. അതേസമയത്ത് പെൺകുട്ടി കാവ്യയാക്കിയ ഗുരുതരമായ അവസ്ഥയിൽ തന്നെ തുടരുകയാണ്. ഇത് സർവ്വസാധാരണമാണ് കേരളത്തിൽ ഇപ്പം പല സ്ഥലങ്ങളിലും. ഒരാളോട് ഇഷ്ടം തോന്നുകയും ആ ആൾക്ക് ഇങ്ങോട്ട് ഇഷ്ടം വേണമെന്നില്ല. വൺ സൈഡഡായി പ്രേമം, അതിന് പെൺകുട്ടികൾ വഴങ്ങണമെന്നാണ്. തിരിച്ചും ഉള്ള സംഭവങ്ങൾ കേരളത്തിലുണ്ട്. അത് ഇടുക്കിയിലെ ജില്ലയിലൊരു കേസിനകത്ത് ഒരു ടീച്ചർ പല സന്ദർഭത്തിലും വേറൊരാൾക്ക് വഴങ്ങി. അവസാനം അയാളെ ഈ ടീച്ചറിനെ ആ പ്രണയവും കാര്യം കഴിഞ്ഞപ്പം അവരെ തഴഞ്ഞു. ഇയാളുടെ പിന്നാലെ നടന്ന് അവർ തമ്മിൽ കാണുന്ന സ്ഥലങ്ങളിൽ വെച്ച് ഒന്ന് കാണണമെന്ന് പറഞ്ഞു അവിടെ വരുത്തി. അതിനുശേഷം ആസിഡ് അയാളുടെ മുഖത്തൊഴിച്ച സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇത് പറയാൻ കാരണം 2 വിധത്തിലും സംഭവിക്കുന്നുണ്ട്. ധാരാളം കേസുകൾ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രണയമൊക്കെ നല്ല കാര്യം തന്നെയായിരിക്കാം. 2 കൂട്ടരും ഒന്നിച്ചാണെങ്കിൽ ചിലപ്പം ആ പ്രണയം ചിലപ്പം പൂവണിയാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷേ ഇപ്പോഴത്തെ പ്രണയമെല്ലാം ആ സംഭവം ആദ്യം അടുത്തിട്ട് പിന്നെ വിട്ടുമാറി 2 പേരും വേറെ പൂക്കൾ തേടി പോകുന്നതൊക്കെ കാണാം നമുക്ക്. അത് ഒരാൾക്ക് ചിലപ്പോൾ അതിൽ നിന്ന് വിട്ടുമാറാൻ പറ്റത്തില്ല. അയാൾ മറ്റേയാളെ ഏതെങ്കിലും രീതി വകവരുത്താൻ നോക്കുന്ന കേസുകൾ ഇങ്ങനെ ദൈനംദിനം ഇപ്പം കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യുകയാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പക്വതയില്ല. കുട്ടികൾക്ക് സാമൂഹ്യബോധമില്ല, നമ്മുടെ കുടുംബ പശ്ചാത്തലമില്ല. കുടുംബങ്ങളിൽ എങ്ങനെയാണ് മുന്നോട്ട് കല്യാണം കഴിച്ച് പോകുന്നതിനെപ്പറ്റി ഗ്രാഹ്യമില്ല. ഓരോ പെൺകുട്ടികളെ കാണുമ്പോൾ ഇഷ്ടം തോന്നി, അത് വഴങ്ങിയില്ല, അവളെ കുത്താനും കൊല്ലാനും ശ്രമിക്കുന്നു. അതിനുശേഷം വേറൊരാളുടെ അടുത്ത് പോകുന്നു. ഇങ്ങനെയുള്ള പ്രണയങ്ങളാണ് കേരളത്തിൽ 99% നമ്മൾ കാണുന്നത്. ഇപ്പോൾ ഈ പരിശീലകയോട് ഇഷ്ടം തോന്നിയ ആ അശ്വന്ത് എന്ന ചെറുപ്പക്കാരൻ അയാൾ വിഷം കഴിക്കുകയാണ്. പിന്നീട് അത് തന്നെയല്ല, ഇവരെയും കൂടെ കൊന്നിട്ട് വിഷം കഴിക്കുക എന്നുള്ള രീതിയിൽ തന്നെയാണ് അയാളുടെ പ്രവൃത്തി നമ്മൾ കാണുന്നത്. എന്തിനാണ് ഈ രീതിയിലേക്ക് പോകുന്നത്? അവർക്ക് താല്പര്യമല്ലേ, മാറിപ്പോകുന്നതല്ലേ ഉചിതം. കാരണം അങ്ങനെയുള്ള
ഒരു സാഹചര്യം ഇന്ന് കേരളത്തിൽ കാണുന്നില്ല. അമേരിക്കയിലൊക്കെ ഒരു സ്ഥലത്ത് പോയി അടുത്തു, അവർ തമ്മിൽ പിരിഞ്ഞു, ആരോഗ്യകരമായ ഒരു പിരിച്ചിൽ അല്ലെങ്കിൽ കല്യാണം കഴിച്ചു, അതിന് ശേഷം പിരിയും. എന്തിനാണ് പരസ്പരം കൊല്ലുന്നത്? അതുകൊണ്ട് എന്താണ്, ആ 2 ജീവിതങ്ങളും നശിക്കുകയാണ്, 2 കുടുംബങ്ങളും നശിക്കുകയാണ്. ഇയാൾക്ക് അവരോട് പ്രണയം തോന്നി അവരത് നിരസിച്ചു കഴിഞ്ഞാൽ അവിടുന്ന് വഴി മാറി പോകുക. അതല്ലേ അതിൻ്റെ ഒരു സാമാന്യ മര്യാദ. ആ രീതിയിൽ തന്നെ കുട്ടികൾ ചിന്തിക്കാൻ പഠിക്കണം. അതിനുള്ള രീതിയിലുള്ള സാമൂഹിക അവബോധം അവരിലേക്ക് ജനിപ്പിക്കണം. സ്കൂളിലും കോളേജുകളിലൊക്കെ അങ്ങനെ രീതിയിലുള്ള ക്ലാസ്സുകളൊക്കെ എടുത്ത്. കാരണം താല്പര്യം തോന്നാം പലർക്കും, ഏത് പ്രായത്തിലും അത് തോന്നാം. പക്ഷേ ഒരു ഭാഗത്ത് ആ താല്പര്യം ഇല്ലെങ്കിൽ എന്തിനാണ് അവരുടെ പിന്നെ പോയി ശൈല്യം ചെയ്യുന്നത്, അവരെ നശിപ്പിക്കുന്നത് എന്തിനാണ്? അതുകൊണ്ട് മാറി ചിന്തിക്കാനായിട്ട് മലയാളികൾ പഠിക്കണം, പ്രത്യേകിച്ച് ചെറുപ്പക്കാർ. അതുകൊണ്ട് ഈ പരിശീലിയുടെ ദേഹത്തുള്ള ആഴത്തിലും നെഞ്ചിലും തലയിലൊക്കെ കുത്തിമുറി അവർ ഗുരുതരാവസ്ഥയിൽ കിടക്കുകയാണിപ്പം. അവർ ജീവിതത്തേക്ക് ചിലപ്പോൾ തിരിച്ചു വന്നേക്കാം, വന്നു കഴിഞ്ഞാൽ പരാജയിക്കാകാം, അവശയായി വീട്ടിൽ. കാരണം അവരുടെ ജീവിതം ആ രീതിയിൽ പോവുകയാണ്. അതേസമയത്ത് ഇവൻ വിഷം കഴിച്ചിട്ട് ഇവനെ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു എന്നാണ് വാർത്ത വരുന്നത്. അയാളും ഇപ്പോൾ ഹോസ്പിറ്റലാണ്. എന്തിനാണ് ഈ രീതിയിലേക്ക് പോകുന്നതെന്ന് മാറി ചിന്തിക്കാനായിട്ട് മലയാളികൾ പഠിക്കണം. പെൺകുട്ടികളും ആൺകുട്ടികളും ഇതുപോലെയുള്ള പ്രശ്നങ്ങളിലേക്ക് ചെന്ന് ചാടരുത്. അവർക്ക് ഇഷ്ടം ആരുടെങ്കിലും തോന്നാം, എല്ലാവരും സ്വാഭാവികമാണ്. അങ്ങനെ തോന്നുമ്പം അത് പറഞ്ഞു നോക്കുക. അവർക്ക് താല്പര്യം ഇല്ലെന്നെങ്കിൽ അവിടുന്ന് വിട്ടുമാറിപ്പോകാൻ. അങ്ങനെ ഒരു പാഠമാണ് ചെറുപ്പക്കാരായ മലയാളി പയ്യന്മാരും അല്ലെങ്കിൽ പെൺകുട്ടികളും ആൺകുട്ടികളും സ്വീകരിക്കേണ്ടതെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം.